ഏലപ്പാറ കോഴിക്കാനം ഹെരിബറിയ റോഡിന്റെ വിവിധ ഭാഗങ്ങൾ തകർന്ന് ഗതാഗത യോഗ്യമല്ലാതായി മാറി. മാസങ്ങൾക്ക് മുമ്പ് ഈ റോഡിന്റെ തകർന്ന ഭാഗങ്ങൾ അറ്റകുറ്റപ്പണി ചെയ്ത് നവീകരിച്ചിരുന്നു. എന്നാൽ ചുരുങ്ങിയ നാളുകൾ കൊണ്ട് തന്നെ ഇത് തകർന്ന് വീണ്ടും പഴയപടിയായി മാറി. KSRTC സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെ ഇതുവഴി സർവീസ് നടത്തുന്നതാണ്. ഏലപ്പാറയിൽ നിന്നും കോഴിക്കാനം ഹെലിബറിയ വഴി ഏകദേശം 6ഓളം ബസ്സുകളാണ് സർവീസ് നടത്തുന്നത്. ഇതിൽ KSRTC ബസ്സുകളും ഉൾപ്പെടുന്നുണ്ട്. കൂടാതെ സ്വകാര്യ വാഹനങ്ങൾ, ടാക്സി വാഹനങ്ങൾ അടക്കം ഇതുവഴി ദിനംപ്രതി കടന്നുപോകുന്നതാണ്. തോട്ടം മേഖലയിലൂടെ കടന്നുപോകുന്ന പ്രധാന റോഡ് ആകയാൽ തോട്ടം തൊഴിലാളികൾ ഉൾപ്പെടെ ഉള്ളവരുടെ പ്രധാന യാത്രാമാർഗം കൂടിയാണ് ഇത്. ഒരു 10-15 വർഷമായിട്ട് ഈ റോഡ് മൊത്തം പോയി കിടക്കുകയായിരുന്നു. ദയനീയ മോശമായി പോയി കിടക്കുകയായിരുന്നു. ഇപ്പോൾ 5 വർഷമായതേ ഉള്ളൂ ഇത് ടാർ ചെയ്തിട്ട്. ഒരു 2 വർഷം ചെറിയ മെയിൻ്റനൻസ് ചെയ്ത് ഓടൊന്നുമില്ലാതെ റോട്ടിൽ കൂടെ തന്നെയാണ് വെള്ളം പോകുന്നത്. ഞങ്ങൾക്ക് വണ്ടി ഓടിക്കാനും വലിയ പാടാണ്. ഒരു 5-8 സ്കൂൾ ബസ് ഓടുന്നുണ്ട്, ട്രാൻസ്പോർട്ട് ഒരു 3 ബസ് ഓടുന്നുണ്ട്, പ്രൈവറ്റ് ബസ് DML ഓടുന്നുണ്ട്, അതുകൂടാതെ മെരിലാൻഡ് ഇങ്ങനെ കുമ്പളി പോകുന്ന 2-3 ബസ് ഓടുന്നുണ്ട്. ഇത് റോഡിന് ഒരു മെയിൻ്റനൻസ് ഒന്നും നടക്കുന്നില്ല. ഓടയില്ലാതെ വെള്ളം കയറിക്കഴിഞ്ഞാൽ മൊത്തം മഴ പെയ്ത് കഴിഞ്ഞാൽ റോട്ടിൽ കൂടെയാണ് വെള്ളം പോകുന്നത്. ഞങ്ങൾക്ക് വണ്ടി ഓടിക്കാനും എല്ലാം വലിയ പാടാണ്. വണ്ടിക്ക് മെയിൻ്റനൻസും ഒത്തിരി പണികൾ വരുന്നുണ്ട്. എങ്ങനെയും ഇതൊന്ന് റെഡിയാക്കി തരണം, മെയിൻ്റനൻസ് ചെയ്തതിനും ഒന്ന് റെഡിയാക്കി തരണം. സ്കൂൾ പിള്ളേർക്ക് പോകാനും വരാനും എല്ലാത്തിനും ബുദ്ധിമുട്ടാണ്. 2019 PMGSY പദ്ധതിയിലാണ് ഈ റോഡ് ടാറിംഗ് ചെയ്ത് നവീകരിച്ചു നൽകിയത്. ഇതിനുശേഷം തകർന്ന ഭാഗങ്ങൾ പലതവണ അറ്റകുറ്റപ്പണികൾ ചെയ്തു. തുടർന്നും മാസങ്ങൾക്ക് മുമ്പ് ഈ റോഡിന്റെ വിവിധ ഭാഗങ്ങൾ ടാറിംഗ് ചെയ്ത് നവീകരിച്ചിരുന്നു. എന്നാൽ നാളുകൾക്കുള്ളിൽ ഇത് വീണ്ടും പഴയപടി ആയ സാഹചര്യമാണ് നിലവിൽ. അറ്റകുറ്റപ്പണിയുമായി ബന്ധപ്പെട്ടുണ്ടായ അപാകതയാണ് ഈ റോഡ് ഇത്ര വേഗം തകരാൻ കാരണമെന്നും ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നിലവിൽ ചില ഭാഗങ്ങളിൽ വലിയ രീതിയിൽ റോഡ് തകർന്നിട്ടുണ്ട്. അടിയന്തരമായി ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്തുനിന്ന് ഈ തകർന്ന ഭാഗങ്ങൾ നവീകരിച്ച് റോഡിനെ സംരക്ഷിക്കണമെന്ന ആവശ്യമാണ് നാട്ടുകാർ മുന്നോട്ട് വയ്ക്കുന്നത്.